ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ബൈബിൾ സാറ്റർഡേ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സൂപ്പർ സീരീസിൻ്റെ സെക്ഷനിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് എന്നുള്ളതാണ് സബ്ജക്റ്റ്. ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് എന്ന് പറയുമ്പോൾ നോർമലി ഒരു അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള, സ്വാഭാവിക ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഈ ജീവിതം അങ്ങ് അവസാനിക്കും എന്നുള്ള ഒരു വലിയൊരു പ്രതീക്ഷയില്ല. അത് മാത്രമാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഉറപ്പുള്ള പ്രതീക്ഷ. സംഭവിക്കും എന്നുള്ളത് 100% പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരു ദിവസം ഈ ലോക ജീവിതം അവസാനിക്കും എന്നുള്ളത്. ഒരു ദിവസം ഇപ്പോൾ ഉള്ള ഈ ഒരു ലോക ജീവിതം അവസാനിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് മാറ്റമില്ലാത്തൊരു കാര്യമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. പക്ഷെ നമ്മുടെ ജീവിതം അവസാനിക്കുമോ? ഒരു ദിവസം ഈ ലോക ജീവിതം അവസാനിക്കുമെങ്കിലും നമ്മുടെ ജീവൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും വാർദ്ധക്യത്തിലോട്ട് നടന്നു നീങ്ങുന്നവർക്ക് ഇനി ഇത്ര നാളെ ഉള്ളൂ, അല്ലെങ്കിൽ ഇത്ര സമയമുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ഭീതിയിൽ, പ്രത്യാശയിലൊക്കെയാണ് മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസിയായിരുന്നാലും അവിശ്വാസിയായിരുന്നു. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കുക, ഈ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ള വലിയൊരു ഹോപ്പാണ് നമുക്ക്. അതിനേക്കാട്ടിലും അതിജീവിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ ആ റിയാലിറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒന്ന് ചിന്തിക്കുക, ജീവിതം അവസാനത്തിലോട്ട് എത്തുന്ന പ്രായത്തിൽ അല്ലെങ്കിൽ അവസാനത്തോട്ട് എത്തുന്ന സമയത്ത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു സത്യമാണ് ഈ ജീവിതം അവസാനിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം. എവറി ഡേ നമ്മളത് വളരെ ഉറപ്പോടുകൂടി അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ദൈവവചനം നമുക്ക് അത് ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 25 പോലുള്ള ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. അവിടുത്തെ സന്ദർഭം നമുക്കറിയാം. ലാസറിനോടുള്ള ബന്ധത്തിൽ, ലാസറിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ കർത്താവായ യേശു ക്രിസ്തു അവിടെ വരികയും ഉയർപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയും ചെയ്യുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സബ്ജക്റ്റ് അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അവിടുത്തെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മാർത്തയോടുള്ള ഒരു പ്രോമിസ് നമുക്കൊന്ന് കേൾക്കാം. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ചിന്തിക്കുക. അത് വെറുതെ ഒരു വാക്കാൽ പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിത്തൗട്ട് പ്രോമിസ് അല്ലെങ്കിൽ ഒരു ഹോപ്പില്ലാത്ത പ്രോമിസ് മാർത്തയ്ക്ക് കൊടുക്കുമോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാണ്. 2 ആക്ഷൻ റെസ്പോൺസിബിലിറ്റി ഞാനാണ് എന്ന് പറയുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് പുനരുത്ഥാനത്തിന് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ജീവനും ഞാനാണ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ മരിക്കാത്ത അല്ലെങ്കിൽ ഇറ്റേണിറ്റി പവറുള്ള കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു അവസാനമില്ലാത്ത യാത്രയാണ്. ജീവിതത്തിന് ഒരു അവസാനമില്ല. ലൈഫ് ഒരിക്കലും എൻഡ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അങ്ങനെ എൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനും മരണം ഉണ്ടാവണം, അവിടെ ഒരു എൻഡ് ഉണ്ടാവണം. സോ കർത്താവായ യേശു ക്രിസ്തുവിന് എൻഡില്ല. പിന്നെ എങ്ങനെയാണ് ജീവിതത്തിന് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് എൻഡ് ഉണ്ടാവുന്നത്? ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളത് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് ഇത് ചുമ്മാ നമ്മൾ ഈ പറയുമ്പോൾ ഇതൊക്കെ ആത്മീയമായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് ജീവിക്കാം, അങ്ങനെയൊന്നുമല്ല, റിയാലിറ്റിയാണ്. കാരണം നമുക്കറിയാം, ഈ ജീവിതം, ഈ നമ്മുടെ മൈൻഡ്, നമ്മൾ ഇതുവരെയും കാണാത്ത നമ്മുടെ മനസ്സ്, നമ്മുടെ ബുദ്ധിബല മണ്ഡലങ്ങളിലുള്ള ജ്ഞാനങ്ങൾ, ഇതൊന്നും നമ്മൾ തൊട്ടറിഞ്ഞ കാര്യമില്ല. നമ്മളുടെ ചിന്താമണ്ഡലത്തിലുള്ള കാര്യമാണ്. അത് സംസാരിക്കുകയാണെങ്കിൽ ഒത്തിരി ഉണ്ട്. സ്പിരിറ്റ്, ദേഹം, ദേഹി, ആത്മാവിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് അതൊരു വേറെ സബ്ജക്റ്റ് തന്നെയാണ്. ഞാൻ അതിലോട്ടൊന്നും വലിയതായിട്ടൊന്നും പോകുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു മരിക്കുന്നില്ല. അദ്ദേഹം അല്ലെങ്കിൽ കർത്താവ് പുനരുത്ഥാനത്തിൻ്റെയും ജീവന്റെയും ഉടയവനാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ആ ജീവനോടിരിക്കുന്ന സമയത്ത് നമുക്കൊരിക്കലും എങ്ങനെ മരണമുണ്ടാകും അല്ലെങ്കിൽ ജീവിതം അവസാനം ഉണ്ടാകും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ജീവിതം ഒരു കാരണവശാലും, നമുക്കറിയാം ഈ സന്ദർഭത്തിൽ മാർത്ത അങ്ങനെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലുണ്ട്. മരണത്തിൻ്റെ അല്ലെങ്കിൽ മരിച്ചു പോയി 4 ദിവസം കഴിഞ്ഞ് ഇനി എന്ത് ജീവനാണ് ഉണ്ടാകുന്നതെന്ന് പറയുമ്പോൾ അതിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു വലിയൊരു കാര്യത്തിനെ നമുക്ക് ഫിസിക്കലി പ്രൂവ് ചെയ്യാം. അന്ന് അവിടെയുള്ള ജനങ്ങൾക്ക് ഫിസിക്കലി പ്രൂവ് ചെയ്ത് കൊടുത്തു. ലാസ്റ്റ് ഉയർത്തെഴുന്നേറ്റ് വന്നു. നമ്മളത് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മളത് വിശ്വസിക്കുന്നു, അല്ലേ? നമ്മൾ വചനത്തിൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ അതും വിശ്വസിക്കുന്നു. ഈ വിശ്വാസം നമുക്ക് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എൻ്റെ ആവുമെന്ന് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല.
അങ്ങനെ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ജീവിതം എൻ്റെ ആവുമെന്നുള്ളത് കൊണ്ടാണ് പലപ്പോഴും വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു കാര്യത്തിലോട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ ശരീരം തൻ്റെ ജീവിതത്തിനോട് അല്പം അല്ലെങ്കിൽ തൻ്റെ ശരീരം അല്പം വീക്ക് ആവുമ്പോഴത്തേന് മനുഷ്യൻ്റെ എന്താ പറയുക, ആത്മീയ കാര്യങ്ങളായിക്കോട്ടെ, ഫിസിക്കൽ ആക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാം തളർന്നു പോകുന്നത്. പക്ഷേ ഇത് ഒരിക്കലും തീരാത്തൊരു ജീവിതമാണോ എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. എന്തൊരു എനർജി ആയിരിക്കും എൻ്റെ ജീവിതത്തിൽ. ഒരു ദിവസം എൻ്റെ ശരീരത്തിൽ നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഈ ജീവിതത്തിൽ നിന്ന് ഞാനൊരു വേറൊരു മോഡിലോട്ട് മാറുമായിരിക്കാം. പക്ഷേ എനിക്കുണ്ടാകുന്ന എൻ്റെ ഈ ജീവൻ ഒരു കാരണവശാലും ഇറ്റേണിറ്റിയിലുള്ള ഒരു ജീവിതമാണ് എന്നുള്ളൊരു ബോധം പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. അവിടെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെയും അല്ലെങ്കിൽ കർത്താവിൻ്റെയും ഒക്കെ പ്രയോറിറ്റി അവിടെ വലിയതായിട്ട് കാണുന്നത്. ജീവിതം അവസാനിക്കുന്നിടത്ത് ഒരു വിശ്വാസിക്കും കർത്താവിന് റോളില്ല എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇനിയും അനേകം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. അതുപോലെ തന്നെ ഈ ലോകപരമായിട്ടുള്ള പല കാര്യങ്ങളും ചിലപ്പോൾ ഒരുപക്ഷെ സമയം നമ്മളുടെ വാർദ്ധക്യ കാലത്തിലായിരിക്കാം നമുക്ക് ചെയ്യാനുള്ളത്, നമുക്കറിയില്ല. പക്ഷേ ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു ജീവിതം, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്നുള്ളൊരു തോട്ട് ഒരു കാരണവശാലും ഒരു വിശ്വാസിക്ക്, വിശേഷാൽ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന, പുനരുത്ഥാനത്തിനും ജീവനും നൽകുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്ക് യോഗ്യമല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തുടർന്ന് നമ്മുടെ ആത്മീയ ജീവിതം ആ നിലയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരും. വരും ദിവസങ്ങളിൽ എൻ്റെ ജീവിതം ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ്, എൻ്റെ ജീവിതം അവസാനിക്കാൻ പോകുന്ന ഒരു ജീവിതമല്ല എന്നുള്ളൊരു ബോധ്യം ഓരോ വിശ്വാസിക്കും, ഓരോ മാതാപിതാക്കൾക്കും, വാർദ്ധക്യത്തിലോട്ട് വരുന്നവരും അല്ലാത്തവരുമായുള്ളവരും ഏതൊരു മനുഷ്യർക്കും ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഏത് ലൈഫിലോട്ട് പോകുന്നവരും ലൈഫ് എൻഡ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലോട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും ഇത് ഒരു മാറ്റമായിട്ടുള്ള ചിന്തയാട്ടെ. അവർ ലൈഫ് ഈസ് നോട്ട് ഗോയിങ് ടു എൻഡ് എന്നുള്ളത് വളരെ 100% ഉറപ്പുള്ള ഒരു കാര്യമാണ്. ആ രീതിയിൽ ഓരോ ദിവസവും നമ്മുടെ ആത്മീയ ജീവിതവും നമ്മുടെ ദൈനംദിന ജീവിതവും നമുക്ക് മുന്നോട്ട് നയിക്കാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.